നമസ്തേ. ഒരു കഥ പറയാം. ഒരു സഞ്ചാരിയുടെ കഥയാണ്. അയാളും അയാളുടെ കഴുതയും കൂടി ഒരു വെയിലത്താണ് യാത്ര. പെട്ടെന്ന് അയാളുടെ കാല് ഒരു കല്ലിൽ തട്ടി. അയാൾക്ക് വേദന എടുത്തുവെങ്കിലും നല്ല തിളക്കമുള്ള ഒരു കല്ല്. അയാൾ ആ കല്ലെടുത്ത് കഴുതയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു ആഭരണം പോലെ കെട്ടി. കുറച്ചു ദൂരം നടന്ന അവരൊരു ഡാബയിലെത്തി. അയാളിങ്ങനെ ഒരല്പം ഭക്ഷണം കഴിക്കാൻ അവിടെ കയറുകയാണ്. അതിനുശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കടയിലിരുന്ന ഒരാളുടെ കണ്ണ് ആ കഴുതയുടെ കഴുത്തിലെ കല്ലിൽ പതിച്ചിട്ടുണ്ട്. അയാള് പുറത്തേക്ക് കടയിൽ നിന്ന് ഇറങ്ങി ഈ യാത്രക്കാരനോട് ചോദിക്കുന്നു, ഈ കല്ല് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് ഇങ്ങനെ കാലിൽ തട്ടി കിട്ടിയതാണ്. ഈ കല്ല് കൊടുക്കുന്നു, 100 രൂപ തരാം. പക്ഷെ യാത്രക്കാരൻ പറയുന്നു, തരില്ല, അതിലും കൂടുതൽ വില വേണം. പക്ഷെ ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഇതൊരു ചെറിയ കല്ലല്ലേ, തിളക്കമുള്ളത് കൊണ്ട് ഞാനത് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. കല്ല് ചോദിച്ചയാള് ഒരല്പം അകലെയായിട്ട് ഈ സഞ്ചാരിയുടെ പിന്നാലെയുണ്ട്. അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എതിരെ മറ്റൊരു മനുഷ്യൻ വരും. അയാളൊരു രത്ന വ്യാപാരിയാണ്. അയാൾ കല്ല് കണ്ട മാത്രയിൽ തന്നെ അയാൾ ചോദിച്ച 200 രൂപയാണ് സഞ്ചാരി ചോദിച്ചത്. ആ 200 രൂപയ്ക്ക് അയാൾ ആ കല്ലും കൊണ്ടുപോയി. ഉടനെ ആദ്യം ചോദിച്ച അയാൾ ഓടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അയാളും ഒരു രത്ന വ്യാപാരിയാണ്. അയാള് ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, അത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു കല്ലാണ്, നിങ്ങൾ ഇത്ര നിസ്സാരമായ വിലയ്ക്ക് അത് കൊടുത്തല്ലോ. അപ്പൊ ആ മനുഷ്യൻ തിരിച്ച് ഈ രത്ന വ്യാപാരിയായ മനുഷ്യനോട് ചോദിക്കാണ്, നിങ്ങൾ എന്നേക്കാൾ എന്തൊരു വിഡ്ഢിയാണ്, എനിക്കതിന്റെ ശരിക്കുള്ള വില അറിയില്ലായിരുന്നു. അതിന്റെ യഥാർത്ഥ വില അറിയാമായിരുന്ന നിങ്ങൾ നിസ്സാരമായ ഒരു ലാഭത്തിന് വേണ്ടി അത് വെറുതെ കളഞ്ഞല്ലേ. ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലതിനെക്കുറിച്ച് അറിവുണ്ട്, പക്ഷെ ഇത് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളത് ഇത്ര വലിയ പരാജയമാണ്. ആദരവോടെ.